നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മിഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പേ നിനക്ക് കിട്ടുന്ന 5 അവസരങ്ങൾ നീ പരമാവധി ഉപയോഗപ്പെടുത്തിക്കോ. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക, നിന്റെ വാർദ്ധക്യം നിന്നിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പേ ഏറ്റവും നിനക്ക് കിട്ടുന്ന നല്ല പ്രായമായ യൗവനത്തെ ഉപയോഗപ്പെടുത്തിക്കോ. ഏറ്റവും മനുഷ്യൻ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു പ്രായമാണത്. നല്ലവരും ഉറ്റുനോക്കുന്നു, ചീത്തയാളുകളും ഉറ്റുനോക്കുന്നൊരു പ്രായമാണ് യുവാക്കളെ. യുവാക്കളെയാണ് എല്ലാ സംഘടനകളും വളർത്തിയെടുക്കുന്നത്. നാശത്തിനു വേണ്ടി മുന്നിലേക്ക് എടുത്തെറിയുന്നതും യുവാക്കളെയാണ്. നന്മയുടെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന നല്ല ആളുകളുടെ ചിന്തകന്മാരുടെ മനസ്സുകളിലും യുവസമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉന്നമനമാണ് അവർ നോട്ടമിടുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും ഉറ്റുനോക്കേണ്ടുന്ന കാലമാണത്. ശത്രുക്കൾ ഏറെ ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടമാണ് യൗവനം എന്നതിനാൽ ആ പ്രായത്തിലുള്ള മക്കളുള്ള രക്ഷിതാക്കളും ഏറെ ഉറ്റുനോക്കേണ്ടുന്ന കാലമാണ് യൗവന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നേടേണ്ടത് നേടാനാവണം. ആ കാലഘട്ടത്തിൽ എന്താണൊരു മനുഷ്യൻ നേടേണ്ടത്? വിശ്വാസപരമായ നേട്ടമാണ് ആ കാലഘട്ടത്തിലെ ഒന്നാമത്തെ നേട്ടം വേണ്ടത്. കാരണം അതുണ്ടെങ്കിലല്ലേ റബ്ബിനെ ഭയപ്പെടാനാകൂ, അതുണ്ടെങ്കിലല്ലേ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഉന്മേഷമുണ്ടാകൂ, അതുണ്ടെങ്കിലല്ലേ പൈശാചികമായ ബോധനങ്ങളിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് കരുത്തുറ്റ ഒരു ജീവിതം ജീവിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനത ആ പ്രായത്തിൽ നേടേണ്ടുന്ന കരുത്തെന്താണെന്ന് മഹാന്മാരായ ആളുകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതാ ഇന്നും നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലൂടെ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, അൽ കഹ്ഫ് എന്ന് പറയുന്ന ഗുഹയിലേക്ക് കയറിയിട്ട് ഒരുപാട് കാലം ഉറങ്ങിക്കിടന്ന നല്ലവരായ മഹാന്മാരെ പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിലൂടെ ആഴ്ചതോറും നമ്മൾ ചില ചെറുപ്പക്കാരെ, യുവാക്കളെ ഓർക്കുകയാണ്. അല്ലാഹു അവരെക്കുറിച്ച് പറയുന്നു, നഹ്നു നഖുസ്സു അലൈക നബഅഹും, അവരുടെ വർത്തമാനം ഞാൻ താങ്കൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നബിയേ. ബിൽ ഹഖ്, സത്യമായി നിലക്ക് അവരുടെ വാർത്ത പറഞ്ഞു തരട്ടെയോ. ഇന്നഹും ഫിത്യത്തുൻ, ഒന്നാമത്തെ ഗുണം പറഞ്ഞത് അവർ യുവാക്കളായിരുന്നു. യുവാക്കളാകുമ്പോ ആദ്യം വേണ്ടത് എന്താണ്? അവരുടെ വിശ്വാസത്തിന്റെ മാറ്റമാണ് ആദ്യം നടക്കേണ്ടത്. യുവാക്കൾക്ക് ആദ്യം കരുത്തു പകരേണ്ടത് എന്താണ്? അവർ യുവാക്കളായിരുന്നു എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നത് ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹാ ലഖദ് ഖുൽനാ ഇദൻ ശതതാ ഹൗലാഇ ഖൗമുൻ ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. വെള്ളിയാഴ്ച തോറും ഇത് പാരായണം ചെയ്യുന്ന ഞാനും നിങ്ങളും ഇത് മനസ്സിലാക്കിയോ എന്തോ? അല്ലാഹു പറയുകയാണ്, ആ ചെറുപ്പക്കാർക്ക് കിട്ടിയ ഗുണമെന്തായിരുന്നു? അതല്ലെങ്കിൽ ലോകത്തുള്ള ചെറുപ്പക്കാരെ, യുവാക്കളെ, എന്താണ് യുവപ്രായത്തിൽ നേടിയെടുക്കേണ്ടുന്ന ഒന്നാമത്തെ ആവേശം എന്താണ്? ആമനൂ ബിറബ്ബിഹിം, അവരെ പടച്ച റബ്ബിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചു. ആ വിശ്വാസം അവരിൽ ഉണ്ടായി എന്ന് മാത്രമല്ല, വസിദ്നാഹും ഹുദാ, സന്മാർഗബോധത്തെ അവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഈമാൻ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ റബ്ബ് ആ ഈമാനിനെ ഇങ്ങനെ ജ്വലിപ്പിച്ച് നിലനിർത്തുകയാണ്. ആ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അങ്ങനെ റബ്ബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അത് ആണ്ടിറങ്ങി. അവരുടെ ഹൃദയങ്ങളെ അത് നന്നായി വരിഞ്ഞു മുറുക്കി ആ വിശ്വാസം. അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ആ വിശ്വാസത്തെ അവർ ഒളിച്ചുവെക്കാതെ അവർ മനസ്സിലാക്കിയ റബ്ബിലുള്ള വിശ്വാസത്തെ ആരോടും പറയാതെ ഞാൻ നല്ലവനായി ജീവിച്ചാൽ മതി എന്ന് കണക്ക് കൂട്ടാതെ അവരതാ പ്രഖ്യാപിക്കുകയാണ് നാട്ടിൽ നിന്നുകൊണ്ട്. ഫഖാലോ,
ആ ചെറുപ്പക്കാര് നാട്ടിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, റബ്ബുനാ, ഞങ്ങളുടെ റബ്ബ് റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബായ റബ്ബാണ്. ലൻ നദഉ മിൻ ദൂനിഹി, അവന് പുറമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതേ അല്ല. ഇലാഹൻ, ഒരു ഇലാഹിനോടും ഒരാളോടും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂല. ലഖദ് ഖുൽനാ ഇദൻ ശതതാ, റബ്ബല്ലാത്ത, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനല്ലാത്ത റബ്ബല്ലാത്ത ആ മറ്റൊരു ശക്തിയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഏറ്റവും വലിയ അക്രമമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളെങ്ങാനും അങ്ങനെ ചെയ്തു പോയാൽ കടുത്ത അക്രമമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്തായിരുന്നു ആ മുഅ്മിനീങ്ങളുടെ ഗുണം? അല്ലാഹു തആല പറഞ്ഞത്, നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായി അല്ലാഹുവിൽ, സന്മാർഗബോധം അവരിൽ ഇങ്ങനെ വർദ്ധിച്ചു. ഏത് കാലഘട്ടത്തിലും തൗഹീദ് കേട്ടാൽ അതിലേക്ക് ആകൃഷ്ടരാകുന്നവർ ചെറുപ്പക്കാരായിരുന്നു എന്നാണ് ഇസ്ലാം പറയുന്നത്. പ്രായമുള്ളവർക്ക് സത്യം മനസ്സിലാക്കാൻ കുറച്ച് താവഴി നോക്കേണ്ടി വരും, പാരമ്പര്യം നോക്കേണ്ടി വരും, പലതും വലത്തും ഇടത്തൊക്കെ നോക്കേണ്ടി വരും. ചെറുപ്പക്കാർക്ക് അതിന്റെ പ്രശ്നമില്ല, ഒരു സത്യം മനസ്സിലായാൽ ഉടനെ വരും. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പറയാൻ വേണ്ടി സ്ഥലം കാണാതെ ആദ്യഘട്ടത്തിൽ വിഷമിക്കുമ്പോൾ എവിടെ വെച്ച് ഈ തൗഹീദിന്റെ ക്ലാസ് ഒന്നെടുക്കും, ഈ ശിർക്കിനെതിരെയുള്ള ബോധവൽക്കരണം ഈ ഉമ്മത്തിന് എവിടെ വെച്ച് നൽകുമെന്ന് ആലോചിച്ചുകൊണ്ട് വിഷമിച്ചു നിൽക്കുന്ന നേരത്ത് അർഖം റളിയല്ലാഹു തആല അൻഹു എന്ന കേവലം 17-18 വയസ്സുള്ള ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുകയാണ്, നബിയേ, എന്റെ വീട്ടിൽ ഞാൻ സ്ഥലമൊരുക്കിത്തരാം. ഈ മക്ക രാജ്യത്ത് ഈ ആദർശം ആദ്യമായി പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് രഹസ്യമായി പറയാൻ അർഖമിന്റെ വീട്ടിൽ ഞാനിതാ സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിന് സ്ഥലമൊരുക്കി സാഹചര്യമൊരുക്കി കൊടുത്ത ചെറുപ്പക്കാരൻ അർഖം റളിയല്ലാഹു അൻഹു. മഹാനായ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ ദാറുൽ അർഖം ഇന്നും ചരിത്രത്തിൽ മക്കയിലെത്തുമ്പോൾ ഓർക്കാത്ത മനുഷ്യരുണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദി പ്രഖ്യാപനത്തിന് കളമൊരുങ്ങിയ ആദ്യത്തെ ഭവനം. അതേ, അവിടെ ഒന്നുകൂടിയ ചെറുപ്പക്കാരാണ് ധാരാളം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 20-നോടടുത്ത പ്രായമാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹു അതിനോടടുത്ത പ്രായമാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 40-ലെത്തിയിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 പിന്നിട്ട കാലഘട്ടമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 20 പിന്നിട്ട കാലഘട്ടമാണ്. അതുപോലെ തന്നെ ധാരാളക്കണക്കിന് മഹാന്മാര് ചെറുപ്പക്കാരായിരുന്നു. ഒക്കെയും ചെറുപ്പക്കാർ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു. എന്താണ് കാരണം? സത്യം മനസ്സിലായി കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ പടച്ച റബ്ബിന്റെ ആദർശത്തിലേക്ക് കടന്നു വരാൻ എന്നും ചെറുപ്പക്കാര് സന്നദ്ധരായിട്ടുണ്ട്. അതാണിവിടെ വെള്ളിയാഴ്ച തോറും നമ്മൾ പാരായണം ചെയ്യുന്ന അൽ കഹഫ് വാസികൾ നിവസിച്ചിരുന്ന നാട്ടിലും തൗഹീദിന്റെ സന്ദേശമെത്തിയപ്പോൾ ഇന്നഹും ഫിത്യത്തുൻ, ചെറുപ്പക്കാര് അമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, അവരുടെ ഖൽബിൽ അതങ്ങ് ആണ്ടിറങ്ങിയപ്പോ തൗഹീദ് പറഞ്ഞാൽ നാട്ടിൽ കുഴപ്പമുണ്ടാകും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നാട്ടിൽ ഫിത്നയുണ്ടാകും, നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടും എന്നൊക്കെ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ആ ചെറുപ്പക്കാരുടെ ഖൽബിൽ തൗഹീദ് ആണ്ടിറങ്ങിയപ്പോൾ ഇത് ഖാമൂ, അവരെഴുന്നേറ്റ് നിന്നിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്, ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ നാഥനായ റബ്ബാണ്. ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹ, ഞങ്ങൾ അവനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൂല. ആ തൗഹീദിന്റെ പ്രഖ്യാപനമുണ്ടായി. മാത്രമല്ല ചുറ്റുഭാഗത്തുള്ള ജനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അവർ വേദനിക്കുകയാണ്. ഹൗലായി ഖൗമുൻ ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ, നമ്മുടെ ഈ നാട്ടുകാരെന്താണ് അല്ലാഹയല്ലാത്ത ഇലാഹുകളെ, റബ്ബല്ലാത്തവരെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുകളുമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെന്തേ കൊണ്ടുവരാത്തതെന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകളോട് ചെറുപ്പക്കാര് ചോദിക്കുകയാണ്. ഓ സഹോദരന്മാരെ, നമ്മളൊക്കെ ഓരോ നാടിന്റെ പ്രതിനിധികളല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഒരു സ്റ്റേജ് ഒരുക്കി കൊടുക്കാൻ, അത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഭവനങ്ങളിൽ ഒരു CD എത്തിച്ചു കൊടുക്കാൻ, അത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളോട് അതിന്റെ സന്ദേശമൊന്ന് സ്വകാര്യമായിട്ടെങ്കിലും പറയാൻ നമുക്ക് ഇന്നേ വരെ സാധിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരെ,
വെള്ളിയാഴ്ച തോറും ഇത് പാരായണം ചെയ്യുമ്പോ അവരുടെ പാഠം നമ്മുടെ മനസ്സിലേക്ക് കയറുന്നില്ലേ? ആ ചെറുപ്പക്കാരുടെ മനസ്സിന്റെ ഉള്ളിലെ വേദന എന്താണ്? ഔലായി ഖൗമുൻ ഇത്തഖദൂ, ഇതാ നമ്മുടെ നാട്ടുകാർ ഈ ജനങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹാ, അവരെ റബ്ബല്ലാത്തവരെ ഇലാഹുകളായി സ്വീകരിച്ചിരിക്കുകയാണല്ലോ. ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിനിൻ, അവർക്കെന്തേ വല്ല തെളിവുമുണ്ടെങ്കിൽ നമ്മളോടുമെന്ന് പറഞ്ഞുകൂടെ? അവർക്കെന്താ തെളിവ് ഹാജരാക്കാത്തതെന്ത്? അതുകൊണ്ട് നാട്ടിൽ ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാര് മനസ്സിലാക്കേണ്ടത് ഏതാണ്? ഒരു നാട്ടിലെ ഏറ്റവും വലിയ അക്രമമെന്ന് ചോദിച്ചാൽ ഫമൻ അളലമു, ആ ചെറുപ്പക്കാര് പറയുകയാണ്, ഫമൻ അളലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, അള്ളാന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചുന്നവനേക്കാൾ ഏറ്റവും കടുത്ത അക്രമി വേറെ ആരാണുള്ളത്? ആ നാട്ടിലെ ചെറുപ്പക്കാര് ചോദിച്ച ചോദ്യമാണ്. നമുക്ക് സാധിക്കുന്നുണ്ടോ? ശിർക്കുള്ളവര് നാട്ടിലെ നമ്മുടെ ആളുകള് ശിർക്ക് കാരണത്താൽ വേദനിക്കുക, അവരാണല്ലേ ഏറ്റവും കടുത്ത അക്രമം ചെയ്യുന്നത് എന്ന് വേദനയോടുകൂടെ പറയാ ഇന്നുവരെ സാധിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാർക്കുണ്ടാകേണ്ടുന്ന ആദ്യത്തെ വൈകാരികത, ആദ്യത്തെ ഈമാനികാവേശം തൗഹീദിന്റെ കാര്യത്തിലായിരിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അതങ്ങ് മനുഷ്യ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പ്രായത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? ലൈംഗികമായ പരിശുദ്ധിയാണ്. കാരണം ഏറ്റവും കൂടുതൽ ചോരത്തിളപ്പുള്ള കാലഘട്ടത്തിലാണ് മനുഷ്യനതാ ലൈംഗികമായി അധപ്പതിക്കുന്നത്. യുവാക്കളെ നോട്ടമിട്ട സകല സംഘടനകളും യുവാക്കളിൽ ലൈംഗികമായ അഭിനിവേശം വളർത്താനാണ് പരിശ്രമിക്കുന്നത്. യുവാക്കളെ ദുഷിപ്പിക്കാൻ വേണ്ടി ആഗോളാടിസ്ഥാനത്തിൽ സയണിസം രൂപം കൊടുത്തപ്പോൾ, അവരുടെ ഗൂഢമായ പദ്ധതികൾ ജൂതന്മാരുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്തപ്പോൾ അവരാദ്യം പ്ലാനിട്ടത് സർവ്വമുക്കുമൂലകളിലും ചലച്ചിത്രത്തിന്റെ പ്രദർശനം നടക്കാനാണ്. അങ്ങനെ തുണിയുരിഞ്ഞ പെണ്ണിനെ കാണിച്ചുകൊണ്ട് യുവാക്കളുടെ സിരകളിലൂടെ ഓടുന്ന രക്തത്തെ ചൂടാക്കിയിട്ട് അവന്റെ വൈകാരികമായി അവനെ തളർത്തിയിട്ട് അവനെ മോശപ്പെട്ട വ്യഭിചാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. യുവാക്കളിലാണത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓ ചെറുപ്പക്കാരേ എന്ന് ആമുഖത്തോടുകൂടെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, നിങ്ങളിൽ വിവാഹത്തിന് ശേഷി ആർക്ക് തികഞ്ഞോ ഉടനെ അവൻ കാത്തു നിൽക്കരുത്, വിവാഹം കഴിച്ചോളണം. വിവാഹത്തിനുള്ള സാമ്പത്തികമായ ശേഷി എത്തിക്കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ താമസിയാതെ വിവാഹം കഴിച്ചോളണം. കാരണം നിങ്ങളുടെ പ്രായം അതാണ്. ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങളുടെ പ്രായം അതാണ്. ആ സമയത്ത് വിവാഹം കഴിച്ചാലുള്ള ഗുണം ഫഇന്നഹു അഗദ്ദു ലിൽ ബസരി വഅഹ്ഫദു ലിൽ ഫർജി, മനുഷ്യന്റെ കണ്ണുകളെ തടഞ്ഞു നിർത്താൻ അത് ഏറ്റവും പര്യാപ്തമാണ്. അതുപോലെ തന്നെ അവന്റെ ലൈംഗികാവയവത്തെ തിന്മകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കാനും ആ സമയത്തുള്ള വിവാഹം ഏറ്റവും പ്രയോജനകരമാണ്. ഫഇല്ലം തസ്തതി, ഇനി അതിന് നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി അനുവദിക്കുന്നില്ലെങ്കിൽ ഫഅലൈക്കും ബിസ്സിയാം, നിങ്ങൾ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങളിലുള്ള ചോരത്തിളപ്പിനെ ഒന്ന് തടയിടാൻ നോക്കണേ. ഫഇന്നഹു ലഹു വിജാഉൻ, അതവനൊരു പരിചയാണ്. തിന്മകളിൽ നിന്ന് തടയാൻ, കണ്ണുകളെ തടയാൻ, മോശപ്പെട്ട രംഗങ്ങളിൽ നിന്ന് അവന്റെ കണ്ണുകളെ പിൻവലിക്കാൻ, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ടൊന്ന് ജീവിക്കാൻ നോമ്പ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും ചെറുപ്പക്കാരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവസമൂഹത്തോട് വിളിച്ചു പറയാൻ കാരണം ആ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക പരിശുദ്ധി കളങ്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ചെറുപ്പക്കാരിൽ ഉണ്ടാകേണ്ടുന്ന ഈമാനികമായ ആവേശം പരിചയപ്പെടുത്തി അൽ കഹ്ഫിൽ ഗുഹാവാസികളെ പറ്റി പറഞ്ഞപ്പോ ഇനി ചെറുപ്പക്കാരിൽ ആ പ്രായത്തിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ പരിശുദ്ധി ലൈംഗിക പരിശുദ്ധിയാണെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെയും അള്ളാഹു പഠിപ്പിച്ചു തന്നു. കൊട്ടാരത്തിൽ സർവ്വ സൗകര്യങ്ങളും ഒത്തിണങ്ങി കിട്ടിയിട്ടും ചെറുപ്പക്കാരനായ യൂസുഫ് നബി അലൈഹിസ്സലാം തിന്മയിലേക്ക് ആ പെണ്ണ് ക്ഷണിച്ചപ്പോൾ പറഞ്ഞതെന്താണ്? എനിക്ക് സാധ്യമല്ല. സ്ത്രീകൾ ക്ഷണിച്ചപ്പോഴും പറഞ്ഞത് എനിക്ക് സാധ്യമല്ല.
റബ്ബിനോട് വേദന പങ്കുവച്ചു. റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. റബ്ബേ, തിന്മക്ക് വഴങ്ങിയിട്ടില്ലെങ്കിൽ കൽത്തുറുങ്കിലടക്കുമെന്നാണ് ഈ പെണ്ണ് പറയുന്നത്. ആ കൽത്തുറുങ്കാണ് റബ്ബേ അവര് ക്ഷണിക്കുന്ന വ്യഭിചാരത്തെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നീ എന്നെ പിടിച്ചു നിർത്തണം, നീ എന്നെ തടഞ്ഞു നിർത്തണം അല്ലാ. നിന്റെ കാവലെനിക്കില്ലെങ്കിൽ ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോവുകയും അവിവേകം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകുമല്ലോ. റബ്ബ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന് ഉത്തരം കൊടുക്കുന്നു. ജയിലിലേക്ക് അയക്കാനുള്ള തീരുമാനം പ്രാർത്ഥനയുടെ ഫലമാണ്. മനസ്സിലാക്കണം, യുവസമൂഹം അല്ലാത്തവരുമൊക്കെ വിശ്വാസശുദ്ധി നേടിക്കഴിഞ്ഞാൽ ആ വിശ്വാസശുദ്ധിയുടെ ഏറ്റവും വലിയ ഫലമാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന മൊത്തത്തിലുള്ള ധാർമ്മികമായ പരിശുദ്ധി. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധി നിലനിർത്തേണ്ടുന്ന ഏറ്റവും മഹനീയമായ ഒരു കാലഘട്ടമാണ് യൗവനം എന്നതിനാൽ യുവകാലഘട്ടത്തെയാണ് ഇസ്ലാം വളരെയേറെ പ്രാധാന്യത്തോടുകൂടെ മനുഷ്യനോട് പറഞ്ഞത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ചെറുപ്പം പിന്നിട്ടവരെ, ഏതു പ്രായത്തിലുള്ളവരാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. മഹാനായ ചെറുപ്പക്കാരനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രായം നോക്കിയിട്ട് കൊടുത്ത ഉപദേശം എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, കുൻതു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരിക്കൽ റസൂലുള്ളാഹിന്റെ പിന്നിലിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ ഗുലാം, ഓ ചെറുപ്പക്കാരാ, ഓ ചെറുപ്പക്കാരാ, ഇന്നി ഉഅല്ലിമുക ബികലിമാത്, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരട്ടെയോ? ഞാൻ നിനക്ക് ചില കലിമകൾ പഠിപ്പിച്ചു തരാം എന്ന ആമുഖത്തോടുകൂടെ പറഞ്ഞിട്ട് പറയാണ്, മോനെ യഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അല്ലാഹനെ സൂക്ഷിക്കണേ, അല്ലാഹ് നിന്നെയും സൂക്ഷിക്കും. അല്ലാഹന്റെ നിയമങ്ങളൊക്കെ, കാവലുകളൊക്കെ, നിയമ നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കണം. അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകണം. എങ്കിൽ നീ കുടുങ്ങൂല. യഹ്ഫളുക, അല്ലാഹ് നിന്നെ സൂക്ഷിക്കും. യഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അല്ലാഹുവിന്റെ നിയമങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിനക്ക് നിന്റെ മുന്നിൽ അവനെ കാണാൻ കഴിയും. നിനക്ക് വിഷമിക്കേണ്ടി വരില്ല. നിന്റെ മുമ്പിൽ റബ്ബുണ്ടാവും, നിന്റെ നേരെ റബ്ബുണ്ടാവും. അതുകൊണ്ട് നീ വളരെ കരുതലോടെ ജീവിക്കണേ. ചെറുപ്പക്കാരനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോടും മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിനോട് പറയാണ്, പ്രവാചകരെ, ഔസിനി, എനിക്ക് ചില ഉപദേശങ്ങൾ തരൂ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, മുആദേ, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും അല്ലാഹനെ സൂക്ഷിക്കണേ. വീട്ടിലാണെങ്കിലും, മാതാപിതാക്കൾക്കൊപ്പമാണെങ്കിലും, അല്ലെങ്കിലും വിദേശത്താണെങ്കിലും, പാർക്കിലാണെങ്കിലും, പള്ളിയിലാണെങ്കിലും, സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും, മാളുകളിലാണെങ്കിലും, എവിടെയാണെങ്കിലും, കടലോരത്താണെങ്കിലും, ഏത് സ്ഥലത്താണെങ്കിലും നീ അല്ലാഹനെ സൂക്ഷിക്കണേ. മുആദ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനോട് വസിയത്ത് കൊടുത്തതാണ്, എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചോളണം. ആ ഒരു ബോധമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഖൽബിൽ എപ്പോഴും നിലനിർത്തി കിട്ടേണ്ടത്. അങ്ങനെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ ആയുസ്സിന്റെ കാലഘട്ടമാകുന്ന യൗവനവും അത് പിന്നിട്ട് വരുന്ന കാലഘട്ടങ്ങളുമൊക്കെ വളരെയേറെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം കരുത്തും തൗഫീഖും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രാധാന്യമർഹിക്കുന്ന കാലഘട്ടമായ യൗവനം, ആ യുവത്വത്തെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയവർക്ക് വലിയ സൗഭാഗ്യമാണ് നാളെ പരലോകത്ത് വരാനിരിക്കുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കും നാളെ മഹ്ശറിൽ. സൂര്യൻ തലക്കുമീരെ കത്തിജ്വലിച്ച് നിന്നുകൊണ്ട് മനുഷ്യൻ വിയർത്തു കുളിച്ചു നിൽക്കുന്ന വേളയിലും 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അവന്റെ പ്രത്യേകമായ തണൽ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതിൽ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, തന്റെ റബ്ബിനെ ആരാധിച്ചും അനുസരിച്ചും കൊണ്ട്, റബ്ബിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിതത്തെ കൃത്യമായി കഴിച്ചുകൂട്ടിയ ചെറുപ്പക്കാരൻ. യുവാക്കൾക്കാണ് തണലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞത്.
യുവ സമൂഹത്തോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണിത്. നിങ്ങളുടെ യൗവനം ഏറ്റവും ഒരു തിന്മയും വരാതെ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ നാളെ പരലോകത്ത് നിങ്ങൾക്ക് തണലുണ്ട്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ തോന്നിവാസങ്ങളുടെയും മുന്നണി പോരാളികളായിക്കൊണ്ട് യുവാക്കൾ മുന്നോട്ട് വരികയാണ്. തോന്നിവാസങ്ങളുടെ മുമ്പിൽ അവരാണ്. മദ്യത്തിന്റെയും ലഹരിയുടെയും അതുപോലെ തന്നെ വഴിവിട്ട സെക്സിന്റെ ലോകത്തേക്കും എല്ലാ വൃത്തികേടുകളുടെയും ലോകത്ത് ചെറുപ്പക്കാരാണുള്ളത്. അത് ഈ പ്രായത്തിലാണ്. ആ പ്രായത്തെ കടിഞ്ഞാനിട്ട് കൊണ്ടു നടക്കാൻ യുവാക്കൾക്കാവണം. ഈമാനികമായ ബോധമാണ് അവരെ എപ്പോഴും അതിന് നയിക്കേണ്ടത്. അതിനവരുടെ കാതുകളിൽ ഇസ്ലാമികമായ രൂപത്തിലുള്ള ബോധവൽക്കരണം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണല്ലോ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അതിന് കൊടുത്ത വ്യാഖ്യാനം, ഐ അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കണം, അവർക്ക് സംസ്കാരം പഠിപ്പിക്കണം. ഏറ്റവും കൂടുതൽ പ്രായം മികച്ചു നിൽക്കുന്ന ഘട്ടത്തിലുള്ള ഉത്ബോധനം അതെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കേണ്ടുന്ന പ്രായം. അതുകൊണ്ട് നമ്മുടെ മക്കൾ കേൾക്കുന്നതെപ്പോഴും നല്ലതാവട്ടെ. വിശുദ്ധ ഖുർആൻ അവർ ധാരാളമായി കേട്ടാൽ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ വരുന്നത് ഖുർആനായിരിക്കും. അവരുടെ ചുണ്ടുകളിൽ വരുന്ന മൂളിപ്പാട്ടുകൾ പോലും ഖുർആനായിരിക്കും. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അവൻ ധാരാളമായി സമയം ഉറങ്ങുന്ന സമയത്തും അവന്റെ യാത്രാവേളകളിലും മറ്റുള്ള ഘട്ടങ്ങളിലുമൊക്കെ വിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ ഇങ്ങനെ അവൻ കേൾക്കുമ്പോൾ എന്താണോ ഒരു മനുഷ്യൻ കൂടുതൽ കേൾക്കുന്നതെങ്കിൽ അതായിരിക്കും അവന്റെ ചുണ്ടിലൂടെ അവൻ അറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. നാം കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക്കും പാട്ടുകളുമാണ് പലപ്പോഴും ഒഴിവ് സമയങ്ങളിൽ മനുഷ്യൻ മൂളിപ്പാട്ടായി പാടുന്നതെങ്കിൽ ഒരു ഈമാനുള്ള കുട്ടിയുടെ, ഒരു ഈമാനുള്ള ചെറുപ്പക്കാരന്റെ, ഒരു ഈമാനുള്ള മനുഷ്യന്റെ കാതുകളിലേക്ക് നിരവധി തവണ ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ശബ്ദങ്ങൾ അവന് കേൾക്കാൻ അവസരം കിട്ടുമ്പോൾ അവന്റെ ഖൽബിൽ നിന്ന് എപ്പോഴും ആ രൂപത്തിലുള്ള ചിന്തകളെ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പൊ അവന്റെ കണ്ണ് നിയന്ത്രിക്കാൻ കഴിയും. അവൻ നടന്നു പോകുമ്പോ, വാഹനത്തിലൂടെ പോകുമ്പോ, സഞ്ചരിക്കുമ്പോ, ഒരു മോശപ്പെട്ട രംഗം കാണേണ്ടി വരുമ്പോ, ഒരു സുന്ദരിയായ പെണ്ണിന്റെ മേനിയിലേക്ക് അവന്റെ കണ്ണു പോകുമ്പോ അവനവനെ നിയന്ത്രിക്കാൻ കഴിയും. എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? വഹൂറുൻ ഈൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. പ്രവർത്തിച്ചതും സഹിച്ചതുമൊക്കെ കാരണത്താൽ സ്വർഗത്തിലതാ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഹൂറുല്ലീങ്ങളെ, വിശാല നേത്രകളായ സ്ത്രീകളെ, അതേ ഏറ്റവും വലിയ തരുണികളായ സ്ത്രീകളെ, ദുന്യാവിലെ പെണ്ണിനെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അതും എനിക്ക് കിട്ടൂല, ആഖിറവും എനിക്ക് നഷ്ടമാണ്. ഇങ്ങനെ ആഖിറമോർത്തുകൊണ്ട്, ഖുർആനിന്റെ ആയത്തുകൾ ഓർത്തുകൊണ്ട് തിന്മകളിൽ നിന്ന് കണ്ണുകളെ നിയന്ത്രിക്കാനും വിചാരവികാരങ്ങളെ നിയന്ത്രിക്കാനും, ഓ ചെറുപ്പക്കാരെ, അല്ലാത്തവരെ, നമുക്ക് സാധ്യമാകുന്നത് നല്ലത് കേൾക്കുന്നതിലൂടെ, നല്ലവരോടൊപ്പം കൂട്ടുകൂടുന്നതിലൂടെ, നല്ല നല്ല മജ്‌ലിസുകളിൽ പോയി ഇരിക്കുന്നതിലൂടെ, നല്ലവരുമായുള്ള ചങ്ങാത്തം സ്ഥാപിക്കുന്നതിലൂടെ, നല്ല നല്ല പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നതിലൂടെ, ഇതിലൂടെ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സുകളെ അടക്കി പിടിച്ചു നിർത്താനുള്ള ഒരു തൗഫീഖിന് വേണ്ടി അല്ലാഹുവിനോട് തേടേണ്ടതുണ്ട്. കാരണം ഹറാമുകൾ ചെയ്തിട്ട് മനുഷ്യനെ ഇങ്ങനെ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രായമാണത്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ ദുആയിൽ കാണാം, അല്ലാഹുമ്മ ക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുവേ, ഹലാലുകൾ മാത്രം എനിക്ക് അനുഭവിക്കാൻ തന്നുകൊണ്ട് ഹറാമുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. നിന്റെ ഫള് നൽകിക്കൊണ്ട് ആരാന്റെ ഔദാര്യത്തിന് കാത്തു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാ. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നതിലൂടെ നിന്നോട് ധിക്കരിക്കുന്ന ദുരന്തത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാ. എല്ലാവരും കൊണ്ട് നടക്കേണ്ട പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ ക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളിക
മിമ്മൻ സിവാക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആകളിൽ പെട്ടതാണിത്. അതേ, ഏറ്റവും കൂടുതൽ നാളെ പരലോകത്ത് നമ്മോട് ചോദിക്കുന്ന പ്രായവും അത് തന്നെയാണ്. മനുഷ്യ, നിന്റെ വെച്ച കാലം മുന്നോട്ട് വെക്കാൻ റബ്ബ് സമ്മതിക്കാതെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് പറഞ്ഞിടത്ത് വഅൻ ശബാബിക ഫീമ അബ്ലാ, നിന്റെ യൗവനത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. അതെന്തിനു വേണ്ടിയാണ് നീ ചെലവഴിച്ചത്? നിന്റെ യുവപ്രായം നീ ഏത് മാർഗത്തിലാണ് ചെലവഴിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒരു മനുഷ്യനും പരലോക കോടതിയിൽ മുന്നോട്ട് ചലനമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, ചെറുപ്പക്കാരുടെ പ്രായത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരെ സൂക്ഷിച്ചോളണം. അത് പിന്നിട്ടവരെ ഗതകാല ജീവിതത്തെ ഓർത്തുകൊണ്ട് കണ്ണുനീര് വാർത്ത് റബ്ബിനോട് നിശയുടെ നിശബ്ദതയിൽ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുകൊണ്ട്, റബ്ബേ, എന്റെ നല്ല കാലഘട്ടം പല രാജ്യങ്ങളിലും കഴിഞ്ഞുപോയി, പുറത്തു തരണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും റബ്ബ് പൊറുക്കാതിരിക്കൂല. ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആരുണ്ട് എന്നോട് പൊറുക്കലിനെ ചോദിക്കാൻ? ഫഅഗ്ഫിറ ലഹു, ഞാൻ അവന് പൊറുത്തു തരാൻ സന്നദ്ധനാണ് എന്ന് പറയുന്ന നേരമാണ് രാവിന്റെ അന്ത്യയാമങ്ങൾ. അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും പശ്ചാത്തപിച്ചും നമ്മുടെ ജീവിതത്തെ നന്നാക്കുക. നമ്മുടെ കുടുംബ മെമ്പർമാരിൽ ഈ ധാർമ്മിക ബോധം വളർത്തിയെടുക്കുക. ലോകം വല്ലാതെ ദുഷിക്കുകയാണ്. ദുഷിപ്പിനിടയിലും സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഒരു കരുത്ത് ഉണ്ടാകാൻ വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും കരുത്തു പകരുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തമായ നിലയിൽ സ്വീകരിച്ച് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.